our teachers, staff, students from all walks of life. അതെ, കാത്തിരികൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ആ സുദിനം ഇതാ വന്നെത്തിയിരിക്കുന്നു. നിർമ്മല ആഘോഷത്തിന്റെ നിറവിൽ ആറാടുന്ന നമ്മുടെ കോളേജ് ഡേ. എല്ലാവരെയും എത്രയും സ്നേഹത്തോടെ ഈ ആഘോഷ വിരുന്നിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ആഘോഷ വിരുന്ന് ഈശ്വര അനുഗ്രഹത്തോട് നമ്മൾ തന്നെ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇതിനെ വേണ്ടി ക്ഷണിക്കുന്നു. Please welcome our guiding light and mentor, Dr. Vinod Kevi, Dean of Student Welfare Union Advisor, whose invaluable guidance and support has been an instrumental in shaping our college community. Welcome, sir. Thank you. കോളേജിന്റെ മേലധികാരിയായി ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന നിർമ്മല കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ഇന്നത്തെ ഈ ചടങ്ങുകളുടെ അധ്യക്ഷനായ നിർമ്മല കോളേജ് യൂണിയന്റെ ചെയർപേഴ്സൺ മിസ്റ്റർ അമർനാഥ് മനീഷ്, അമർനാഥിനോടൊപ്പം വേദിയിലുള്ള കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി മിസ്റ്റർ കാർത്തിക് ടി എം, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മിസ് ജെനിമോൾ ജെയിംസ്, ഇന്നത്തെ യോഗത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന നിർമ്മല കോളേജിന്റെ പ്രൊഫസർ ഫാദർ പോൾ കളത്തൂർ, സദസ്സിലുള്ള വകുപ്പ് മേധാവികളെ, കൾച്ചറൽ കമ്മിറ്റി കോർഡിനേറ്റർ അനോമിസ്, കൾച്ചറൽ കമ്മിറ്റി മെമ്പേഴ്സായ അമൽ സാർ, അഗസ്റ്റിൻ സാർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളെ സംബന്ധിച്ച് നിർമ്മല കോളേജിലെ സംഭവബഹുലമായ ഒരു വർഷം കൂടി തിരിച്ചിലേക്ക് ആയുകയാണ്. കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായ അക്കാദമിക വർഷമാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കോളേജ് ഓട്ടോണമസായി മാറി. കോളേജിന്റെ ഭരണ സംവിധാനങ്ങളിൽ കാര്യമായ ഉടച്ചുവാക്കലുകളുണ്ടായി. കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റം, കോളേജിന്റെ ഓഡിറ്റോറിയത്തിന്റെ നവീകരണങ്ങൾ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് ഈ വർഷം സാക്ഷ്യം വഹിച്ചു. പക്ഷെ ഇതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒട്ടനവധി പ്രോഗ്രാമുകൾ നടന്ന ഏറ്റവും മികച്ചൊരു വർഷമായി ഇത് മാറി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ കോളേജിലെയും ഒരു വർഷത്തിന് അവസാനം കോളേജിലെ വിവിധ പ്രോഗ്രാമുകളിലുള്ള കുട്ടികൾ അവരുടെ പഠനം പൂർത്തിയാക്കി, ആ പ്രോഗ്രാം പൂർത്തിയാക്കി കോളേജിൽ നിന്ന് പടിയിറങ്ങുന്ന നിമിഷങ്ങൾക്കുള്ള ഒരു മുൻകൂർ ആദ്യകൂടിയാണ്. ഈ വർഷം നമ്മുടെ കോളേജിൽ നിന്ന് ബിരുദ പഠനം അവസാനിപ്പിച്ച് കുട്ടികൾ പുറത്തു പോയി. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ പഠനം അവസാനിച്ച് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഈ കലാലയം ഒരു മധുരമുള്ള നൊമ്പരമായി മനസ്സിൽ അവശേഷിക്കുന്ന ഒരു വർഷം കൂടിയാണ്.
തീർച്ചയായും നമ്മുടെ കോളേജിന്റെ ഒരു വലിപ്പം എന്താണെന്നും ഓരോ കോളേജും നമുക്ക് എന്തായിരുന്നുവെന്നും അവിടെയുള്ള അധ്യാപകരും പ്രിയ കൂട്ടുകാരും നമുക്ക് ആരായിരുന്നു എന്നും എല്ലാം നാം തിരിച്ചറിയുന്നത് ഈ ക്യാമ്പസിന്റെ പണിക്ക് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഈ വർഷം നമ്മുടെ കോളേജിൽ നിന്ന് പഠനം അവസാനിപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള വിജയാശംസകൾ നേരാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്നാം വർഷ, രണ്ടാം വർഷ, ബിരുദാനന്തര ബിരുദ ആദ്യ വർഷ വിദ്യാർത്ഥികളും വർഷാവസാനത്തെ പ്രധാന പരീക്ഷകളെ നേരിടാനായി തയ്യാറെടുക്കുന്ന സമയം കൂടിയാണ്. കോളേജിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ കോളേജിൽ കലാപ്രവർത്തനങ്ങളിൽ മാറ്റിവെച്ച് അടുത്തയാഴ്ച നടക്കുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവ വേദികളിൽ പങ്കെടുക്കാനായി തയ്യാറെടുക്കുകയുമാണ്. അവർക്കും എൻ്റെ വിജയാശംസകൾ. നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ കോളേജിലെ ആദ്യ ഭാഗത്ത് വിവിധ അസോസിയേഷനിൽപ്പെട്ട കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാംസ്, ഏതാണ്ട് ഒരു 4 മണിക്കൂറോളമുള്ള പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്രയും പ്രോഗ്രാംസ് പൂർത്തിയാക്കേണ്ടത് കൊണ്ട് നമ്മൾ വളരെ സമയം പരിധി പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാരണത്താൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരികയാണ്. നമ്മൾ ഇന്നത്തെ ഈ കോളേജിലെ ചടങ്ങുകൾക്ക് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതും കോളേജിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് അച്ഛനാണ്. ഈ വർഷം അച്ഛൻ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തതിന് ശേഷം നിങ്ങൾക്കറിയാം കോളേജിൽ കാര്യമായ മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതിക സാഹചര്യങ്ങൾ, കോളേജിന്റെ അക്കാദമിക കാര്യങ്ങൾ, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കാതലായ മാറ്റമുണ്ടായി. മുഴുവൻ കാര്യങ്ങൾക്കും അച്ഛൻ തോളോടും നമ്മളോടൊപ്പം നിന്നു. വിദ്യാർത്ഥികൾക്കായി ഒരുപാട് നവീനമായ ആശയങ്ങൾ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് കോളേജ് യൂണിയന്റെയും കൾച്ചറൽ പ്രോഗ്രാമുകളിലൊക്കെ ആലോചനാ യോഗങ്ങളിൽ വളരെ നിർണായകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാനും ചില ഘട്ടങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനായും പിന്തുണയായും ഞങ്ങളോടൊപ്പം നിൽക്കാനൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനോടൊപ്പം ജോലി ചെയ്യാൻ സാധിക്കുന്നതിനുള്ള സന്തോഷവും അഭിമാനവും പങ്കെടുക്കാനുള്ള ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അമർനാഥ് അനീഷ് ഒരു മുഖപരിയൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. അമർനാഥ് കോളേജിലെത്തിയ വർഷം മുതൽ തന്നെ നമ്മുടെ കലാപ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഒരു ചെയർമാനായി മാറിയതിനു ശേഷവും ആ നിലവാരത്തിലുള്ള പ്രോഗ്രാംസ് കോളേജിൽ നടത്താനും യൂണിയനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ക്ഷീണം അദ്ദേഹം പരിശ്രമിച്ചു. പ്രത്യേകിച്ച് ഈ വർഷത്തെ എല്ലാ പ്രോഗ്രാംസും ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിൽ കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ള നിലയിൽ ഞാൻ അമർനാഥെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. അതിനോടൊപ്പം അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ കോളേജ് യൂണിയന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കാർത്തിക് ടീമാണ്. കാർത്തിക് നമുക്കെല്ലാം പ്രിയങ്കരനാണ്. യൂണിയന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അമർനാഥോടൊപ്പം ചേർന്ന് നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ കോളേജിൽ ഈ വർഷം ഒരുപാട് വിശേഷ അതിഥികൾ പങ്കെടുക്കുകയുണ്ടായി. വലിയ നമുക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്നതിലും ഉയരത്തിലുള്ള സിനിമാ താരങ്ങൾ നമ്മുടെ ക്യാമ്പസിനെ സജീവമാക്കുകയുണ്ടായി. ഇതിലെല്ലാം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രസന്നമായ ഒരു മുഖം സമ്മാനിക്കുന്ന കാർത്തികനെ സ്നേഹത്തോടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിൽ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ജെനിമോളുണ്ട്. എൻ്റെ വലിയൊരു സന്തോഷം, ഈ വർഷത്തെ കോളേജ് യൂണിയനിലുള്ള വിദ്യാർത്ഥികളൊക്കെ വളരെ നല്ല കുട്ടികളാണ്, വളരെ സ്നേഹസമ്പന്നരാണ്. അപ്പോൾ അവരോടൊത്ത് ഈ ഒരു വർഷം മുഴുവൻ പ്രവർത്തിച്ചത് സമയം കടന്നുപോകുന്ന അറിഞ്ഞതേയില്ല. അമർനാഥിന്റെയും കാർത്തികനോടൊപ്പം ബാക്കി യൂണിയന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കുറിച്ച് ജെനിമോളെയും ഞാൻ സ്നേഹത്തോടെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യണം. നമ്മൾ ഈ പ്രോഗ്രാമിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസാറായ ഫാദർ പോൾ കളത്തിലച്ഛനാണ്. അച്ഛനിപ്പോൾ താഴെ കോർഡിനേ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം ഈ യോഗത്തിൽ നമ്മളോടൊപ്പം സംബന്ധിക്കും. അച്ഛനെയും ഞാൻ സ്നേഹപൂർവ്വം ഇന്നത്തെ യോഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സ്വാഗത പ്രസംഗത്തിൽ 1-2 ആളുകളോട് നന്ദി അറിയിക്കാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഒരു 90% കലാകായിക പ്രവർത്തനങ്ങളാണ്. അതിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ കലാപരമായ കാര്യങ്ങളാണ്. ഈ വർഷം മുഴുവൻ നമ്മുടെ കൾച്ചറൽ കമ്മിറ്റി അതിന്റെ കോർഡിനേറ്റർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അനുജ് ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു. നല്ല മികച്ച രീതിയിൽ ഈ പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്തു. പരമേശ്വരനോട് നന്ദി അറിയിക്കാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്.
മിസ്സിനോടൊപ്പം നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അഗസ്റ്റിൻ സാർ, അമൽ സാർ, കൾച്ചറൽ കമ്മിറ്റിയിലുള്ള വിദ്യാ മിസ് തുടങ്ങി ഒരുപാട് അധ്യാപകരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വർഷത്തെ പ്രോഗ്രാംസ് ഏറ്റവും നല്ല നിലയിൽ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിനുള്ള സന്തോഷവും അവരോട് നന്ദിയും അറിയിക്കാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. കൂടെ നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലെ സന്തോഷ് സാറും മറ്റ് സഹപ്രവർത്തകരും കുട്ടികളുടെ കലാപ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് അവർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ നമ്മുടെ കോളേജിന്റെ പുതുതായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്ക് ഡിസിപ്ലിൻ വയലേഷൻസോ മറ്റ് അക്രമ പ്രവർത്തനങ്ങളോ സമരങ്ങളോ ഒന്നും നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടായിട്ടില്ല. വകുപ്പ് മേധാവികളും അധ്യാപകരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം കൂടിയാണത്. അപ്പോൾ അവരെല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും കോർഡിനേഷൻ വഹിക്കുന്നതിൽ വലിയൊരു പങ്ക്, പ്രത്യേകിച്ച് സാങ്കേതികമായ സഹായം നൽകുന്നത് നമ്മുടെ കോളേജിലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. അപ്പോൾ അവരിപ്പോഴും ഈ മീറ്റിങ്ങിലെ ശബ്ദവും വിളിച്ചുകൊണ്ട് ക്രമീകരിച്ചിട്ട് നമ്മളോടൊപ്പമുണ്ട്. രണ്ടുപേരെയും ഞാൻ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം പറയേണ്ടത് കോളേജ് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഴുവൻ വിദ്യാർത്ഥികളോടും അസോസിയേഷൻ സെക്രട്ടറിമാരോടുമാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഈ വർഷം പ്രവർത്തിച്ചു. അവർക്കും നന്ദി സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, അവസാനമായി നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി നല്ല പ്രോഗ്രാംസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗം മുഴുവൻ നമ്മുടെ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷമുള്ള ചില കോമൺ പ്രോഗ്രാംസ് കോളേജിന് പുറത്തുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിലുമായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രോഗ്രാമിലും നിങ്ങൾ എല്ലാവരും സംബന്ധിക്കണം, ആസ്വദിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്. ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. താങ്ക് യു. യൂണിയന് വേണ്ട എല്ലാവിധ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന വിനോദ് സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you, sir. It's my honor to invite our respected principal, Reverend Dr. Justin K. Kuriakos, to our College Day celebration. Please join me in welcoming our principal to the stage. Dr. Sonia Greenwood, Dr. D.G. Joseph, General Secretary, Karthik, Dr. Ethan Middleton, Court of Friends, Jennifer James, Priya Thakur, Vidyanshar, Priya Subramanian. Nirmala College ഓട്ടോണമസായി ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോളേജിലെയാണ് നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോളേജ് ഡേയുടെ മംഗളങ്ങളും നന്മകളും ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച ഒരു വർഷം കൂടിയായിരുന്നു. 2024 ജനുവരി 31-നാണ് കോളേജ് ഓട്ടോണമസായി UGC പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ കോളേജ് വ്യാപൃതമായിരുന്നു. ഓട്ടോണമസായി തീരുമ്പോൾ ഈ കോളേജ് പ്രകാരമായിരിക്കണം, എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും നമുക്കുണ്ടായിരുന്നു. ഓട്ടോണമസ് ആകുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം പുതിയ NEP അനുസരിച്ച്, എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് എല്ലാ കോഴ്സുകളും ഓൺലൈൻ കോഴ്സുകളായി മാറ്റിയതിൻ്റെ പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. ഇനി മുതൽ 4 വർഷത്തെ പ്രോഗ്രാമുകളാണ്, ഓൺലൈൻ കോഴ്സാണ് എല്ലാ കോളേജുകളും നടത്തുന്നത് നമുക്കറിയാം. അത്തരം ഒരു പുതിയ സംവിധാനം നമ്മുടെ കോളേജ് ഏറ്റെടുത്തപ്പോൾ വളരെ മനോഹരമായി അതിനെ നയിക്കുവാനും കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. കൃത്യസമയത്ത് അഡ്മിഷൻ രംഗങ്ങൾ പൂർത്തീകരിച്ച് അവരുടെ പരീക്ഷകൾ കൃത്യമായിട്ട് നടന്ന്, ക്ലാസുകൾ കൃത്യമായി നടത്തി, വാല്യുവേഷൻ കൃത്യമായി നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൽ മറ്റേ ഓട്ടോണമസ് കോളേജിനേക്കാൾ മുൻപന്തിയിൽ നിർമ്മല കോളേജ് ഏറ്റവും ആദ്യം തന്നെ ഇത് പൂർത്തീകരിച്ചു എന്നതിന് സന്തോഷം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭ്യമായ ഒരു വർഷം കൂടിയായിരുന്നു നമ്മുടെ കോളേജ്. നമുക്കറിയാം, ഏഷ്യൻ റെക്കോർഡ്സിൽ ഇടം നേടിയെടുക്കാൻ നിർമ്മല കോളേജിന് സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയുടെയും സഹകരണത്തിൻ്റെ ഭാഗമായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റാർ 53 അടി ഉയരത്തിൽ 30 അടി വീതിയിൽ നമ്മളെല്ലാവരും ചേർന്ന് ഈ ക്യാമ്പസിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുഖം ശോഭിക്കത്തക്ക വിധം ഓരോ വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിലെ സ്റ്റാറാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശത്തോടുകൂടി ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനും അതിന് വലിയ അംഗീകാരം സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു വർഷം കൂടിയാണ്.
സ്പോർട്സ് രംഗത്തും അക്കാദമിക രംഗത്തും നിരവധി നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകളിൽ എന്നും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴും നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ തുടരാതെ അതിന്റെ റാങ്കുകൾ നേടിയതിന്റെ സന്തോഷം നമുക്കുണ്ടായിരുന്നു. മികച്ചൊരു പൗരനിടയിൽ കൂടി നമ്മൾ അതിന്റെ പേരിൽ ആഘോഷിക്കുകയും കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ നമ്മുടെ ക്യാമ്പസിൽ എത്തുകയും അവാർഡ് വിതരണം ചെയ്തപ്പോൾ അദ്ദേഹം നമ്മുടെ ഇത്രയും മനോഹരപ്പെട്ട ഒരു ക്യാമ്പസിൽ വരാൻ സാധിച്ചത് വലിയ നന്ദിയായി അദ്ദേഹം കരുതുന്നു എന്നാണ്. തനിക്ക് തന്റെ കൈകളോട് ഈ സമ്മാനങ്ങൾ കൊടുത്ത് മടുക്കത്തക്ക വിധം അത്രയേറെ വിദ്യാർത്ഥികൾക്ക് പ്രൈസ് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന്റെ സന്തോഷം കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതും ഞാൻ ഓർമ്മിക്കുകയാണ്. സ്പോർട്സ് രംഗത്ത് നമുക്ക് എപ്പോഴും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫുട്ബോൾ ടീം അംഗങ്ങൾ ഇന്റർ കോളേജ് മത്സരങ്ങൾ പലതിലും ഏറ്റവും ഒന്നാം സ്ഥാനം നേടി നമ്മുടെ ക്യാമ്പസിലേക്ക് ക്യാഷ് പ്രൈസുകളും അതോടൊപ്പം ട്രോഫികളും അവർ കൊണ്ടുവന്നു. ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിലും മികച്ച നേട്ടം കൈവരിക്കാൻ നമ്മുടെ കോളേജിൽ സാധിച്ചു. നമ്മുടെ സ്പോർട്സ് ഫുട്ബോൾ ടീമിലെ 5-6 വിദ്യാർത്ഥികൾ അതിൽ നേട്ടം കൈവരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ ആക്റ്റീവായി തങ്ങളുടെ അക്കാദമിക കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. നിരവധി വർക്ക്ഷോപ്പുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ക്യാമ്പസിൽ അരങ്ങേറിയത്. പ്രത്യേകിച്ച് റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് നിരവധി വിദ്യാർത്ഥികളെ മറ്റ് സ്ഥാപനങ്ങളിലെ ക്യാമ്പസിൽ കൊണ്ടുവരികയും റോബോട്ടിക്സിനെ കുറിച്ചുള്ള മികച്ച സെമിനാറുകൾ നടത്തുകയും ചെയ്ത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ചന്ദ്രയാൻ 3 എന്ന ചന്ദ്രയാൻ 2 എന്ന ബൃഹത്തായ ഒരു സംരംഭം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നു ചേർന്ന് ചന്ദ്രയാൻ 2വിന്റെ അതേ മാതൃക അതേ വലുപ്പത്തിൽ ഇവിടെ സജ്ജീകരിക്കുകയും അത് എങ്ങനെയാണ് ചന്ദ്രയാനിൽ ഇറങ്ങിയത് അതേ രീതിയിൽ തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രശംസയും അതോടൊപ്പം അഭിനന്ദനങ്ങൾക്ക് നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു സംരംഭത്തിന് അവരോട് വളർത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി ക്യാമ്പസ് കോളേജിൽ മത്സരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഡിബേറ്റ് മത്സരത്തിലും അതോടെ ക്വിസ് കോമ്പറ്റീഷനുകളിലും നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും നിരന്തരം നമ്മുടെ ക്യാമ്പസിലേക്ക് ഫസ്റ്റ് പ്രൈസുകൾ നേടിത്തരുകയും ചെയ്തു. അങ്ങനെ മികച്ച ഒരു അക്കാദമിക അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷം കൂടിയായിരുന്നു ഈ ക്യാമ്പസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം നിരവധി ആചരണങ്ങൾ പ്രകൃതി പരിസ്ഥിതി ദിനം പോലെ ഓസോൺ ദിനം പോലെ അങ്ങനെ പല ദിവസങ്ങളും ആചരിച്ചുകൊണ്ട് അതിന്റെ പേരിലുള്ള സെമിനാറുകളും സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ നമ്മുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതിലൂടെ ഒരു അറിവിന്റെ തലങ്ങൾ നമുക്ക് ഉയർത്താൻ സാധിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും പുതിയ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ ടൂറിസത്തിനുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് അക്കാദമി നമ്മുടെ ക്യാമ്പസിലുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും ഏറെ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നൽകുകയും ചെയ്ത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. പിന്നീട് പ്രധാനമായും NSS NCC പോലുള്ള വിദ്യാർത്ഥികളുടെ സംഘടനകൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിൽ കാഴ്ചവെക്കുകയും രാജ്യത്തിന്റെ പല നമ്മുടെ ദേശത്തിലെ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിൽ പങ്കെടുക്കാൻ നമ്മുടെ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഏകദേശം 9ഓളം NCC വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ അവർ ഭാഗ്യം കൂടി ശ്രദ്ധിച്ച ഒരു വർഷം കൂടിയായിരുന്നു. FGMSന്റെ മികച്ച വോളണ്ടിയറായി NSS വോളണ്ടിയറായി നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ NSS യൂണിറ്റ് നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അത് ഈ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേട്ടമായി നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ യൂണിയൻ ഇലക്ഷൻ നടക്കുകയും മികച്ച യൂണിയന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അമർനാഥ് അനീഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോളേജ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു മികച്ച കോളേജ് യൂണിയൻ ഉണ്ടാവുകയും നമ്മുടെ കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി അവർ പങ്കെടുക്കുകയും വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിധം കലാകായിക മത്സരങ്ങളും അതോടൊപ്പം തന്നെ പല പ്രവർത്തനങ്ങളും ക്രമീകരിക്കുകയും ചെയ്തത് ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഈ വർഷം നമ്മുടെ ക്യാമ്പസിലെ അധ്യാപകർക്ക് വലിയ നേട്ടം കൈവരിച്ച ഒരു വർഷം കൂടിയാണ്. ഏകദേശം 5-6-7 പുതിയ അധ്യാപകർ നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 2 പേരും അതോടൊപ്പം തന്നെ കൊമേഴ്സിലെ അധ്യാപകരും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുതിയ അധ്യാപകരും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് 7 അധ്യാപകർ നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നു. ഏകദേശം 4-5 അധ്യാപകരോളം PhD കരസ്ഥമാക്കുകയും റിസർച്ചിന്റെ ഗൈഡ്
ഗ്രേഡ്ഷിപ്പ് നേടുകയും ചെയ്ത ഒരു വർഷം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അധ്യാപകരുടെ ഭാഗത്തും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഭാഗത്തും ഏറെ നേട്ടം കൈവരിച്ച ഒരു വർഷം കൂടിയായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളും നമുക്ക് നേടിയെടുക്കാനുള്ള സാധ്യത. ബഹുമാനപ്പെട്ട ജിജു സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾ സമ്മാനിക്കപ്പെടുന്ന 64 ലക്ഷം രൂപയുടെ ഒരു ഗ്രാന്റ് നമ്മുടെ ക്യാമ്പസിൽ പറ്റിയ വർഷം കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ജ്യോതിഷ് സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് കോളേജിൽ പേറ്റന്റുകൾ ലഭ്യമായ ഒരു വർഷം കൂടിയായിരുന്നു. അങ്ങനെ അക്കാദമിക രംഗത്തും കലാകായിക രംഗത്തും മറ്റ് പൊതു സമൂഹത്തിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷം കൂടിയായിരുന്നു നിർമ്മല കോളേജിൽ. യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി റാങ്കുകൾ നമ്മുടെ ക്യാമ്പസിലേക്ക് ലഭ്യമായ ഒരു വർഷം കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ വർഷത്തെ അധ്യയന വർഷത്തിന്റെ സമാപനത്തിൽ നടത്തി തരുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം നേട്ടങ്ങൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള അധ്യാപക വിദ്യാർത്ഥി സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കഴിവുകളോ അല്ലെങ്കിൽ സാധ്യതകളല്ല, മറിച്ച് കോളേജ് സമൂഹം ഒത്തൊരുമിച്ച് നിന്നപ്പോഴാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ഇടയിൽ നല്ല സൗഹൃദവും സ്നേഹവും നിലനിൽക്കുന്നുണ്ട്. ആ യൂണിയനോട് ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഈ യൂണിയന് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ കോളേജിൽ കൾച്ചറൽ കമ്മിറ്റി അതിന് എല്ലാവരും സഹായമായി അതുപോലെ തന്നെ നമ്മുടെ അറസ്റ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് എല്ലാവരും മെന്റോറിയം നൽകുന്നതാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഇടയാകുന്നത്. ഇന്ന് ഈ കോളേജിലെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ക്യാമ്പസിൽ പഠനം പൂർത്തീകരിച്ച് 3 വർഷം പഠനം നടത്തി ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ PG കോഴ്സ് പൂർത്തീകരിച്ച് 2 വർഷം PG കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. നിരവധി പ്ലേസ്മെന്റുകൾ 300-ലധികം പ്ലേസ്മെന്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു വർഷം കൂടിയാണ്. അപ്പോൾ നിർമ്മല കോളേജ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും മികവാർജിച്ച ഒരു വർഷം കൂടിയായിരുന്നു ഈ ഓട്ടോണമസ് നേടിയെടുത്ത ഈ പുതിയ വർഷത്തിൽ നമുക്ക് തന്നെ സാധ്യത. അപ്പൊ ഇത്തരത്തിൽ ഈ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം ഇവിടുത്തെ പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ നന്മകളും ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വഴിയിൽ നിന്ന് ഈ നിർമ്മല കലാലയം വലിയ മാർഗദീപമായിട്ട് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കോളേജിലേക്ക് നമ്മൾ നടത്തുമ്പോൾ യൂണിയൻ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൽ വിദ്യാർത്ഥികൾക്കും ഈ സമൂഹത്തിലും നൽകിയ നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല നേതൃത്വത്തിന് പ്രത്യേകമായി അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അമർനാഥ് അന്വേഷണയും കാർത്തികയും മറ്റ് അവരുടെ യൂണിയൻ ഭാരവാഹികൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ പ്രത്യേകിച്ചും കോളേജിന്റെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ കോളേജിലെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കോളേജ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ കോളേജിലെ ഇനാഗ്രേഷൻ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഈ കോളേജിലെ ഒഫീഷ്യൽ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ജസ്റ്റിനെ ഇത്രയും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റംഗങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ആധുനിക കോളേജ് ഡിസ്റ്റൻഷൻ റിസർച്ച് സ്റ്റാഫ് അഡ്വൈസർ യൂണിയൻ ജനറൽ സെക്രട്ടറി കാർത്തിക് വൈസ് ചെയർപേഴ്സൺ ഇപ്പോൾ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ അനധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇന്ന് അവിടെ ഇരിക്കുമ്പോൾ നല്ല പേടിയും ഇത്രയും നാളും ഒട്ടനവധി സ്റ്റേജിൽ കയറി നന്നായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഇതിലൊരു ഭീകരം ഒരു വിറയിലൊക്കെയാണ്. എന്താണെന്ന് അറിയില്ല. പക്ഷേ ലാസ്റ്റ് പ്രസംഗമായിരുന്നായിരിക്കാം തെറ്റി പോയത്. പക്ഷേ ഇന്ന് ചിലപ്പോൾ എനിക്ക് തെറ്റും. കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഈ പ്രസംഗത്തിന്. 2024-25 വർഷത്തെ ഈ വർഷത്തെ ഈ യൂണിയൻ കയറിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂണിയൻ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഒരു ഒറ്റ കാര്യം ഉണ്ടാകും. യൂണിയൻ ഒരിക്കലും മോശം ആരും പറയരുത്. എല്ലാ പരിപാടികളും നന്നായിട്ട് തന്നെ നടത്തണം. ആദ്യം ഒരു കുറവൊരു പരിപാടിക്ക് പരത്തരുത്. ആരും മോശം പറയത്തക്ക രീതിയിൽ പരിപാടി നടത്തരുത് എന്നുള്ളൊരു ഇതുണ്ടാകും. ഇതിലൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഈ യൂണിയൻ അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ സംസാരിച്ചപ്പോൾ നമ്മളെല്ലാവരും നമ്മളൊരു വാക്കുണ്ടായിരുന്നു, ഈ യൂണിയനിൽ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു യൂണിയനിൽ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. ഒരു അധ്യക്ഷത പ്രസംഗത്തിലുപരി കുറേ ഒട്ടനവധി ആൾക്കാർക്ക് എനിക്ക് നന്ദി പറയാനുണ്ട്. അതുകൊണ്ട് വേദി ആദ്യം യൂണിയനിൽ വന്നു. ഞങ്ങൾ യൂണിയനിൽ മൊത്തം 15 പേര്. 15 പേരിൽ ഫസ്റ്റ് ഡി സി, സെക്കൻഡ് ഡി സി, തേർഡ് ഡി സി, പി ജി ഫസ്റ്റ് സെക്കൻഡ് 5 പേര്. ജവഹർ തേർഡ് ഡി സി, ജവഹർ ഫസ്റ്റ് ഡി സി, ഫാരിസ് സെക്കൻഡ് ഡി സി, അയാസ് ഫസ്റ്റ് പി ജി സെക്കൻഡ് പി ജി. ഇവർ 5 പേരുടെയും ഒരു പങ്ക് യൂണിയനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു പരിപാടി 5 ലീഡുകാർക്കും ഏത് രീതിയിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്കത് എങ്ങനെ നടത്തിയാൽ അവരുടെ ആ പരിപാടി ചെല്ലും എന്ന് ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്കും അവരുടെ ഒരു പങ്ക് യൂണിയനിൽ അത്രമാത്രം വലുതാണ്. അവർക്ക് ഞാനൊരു നന്ദി പറഞ്ഞു. അടുത്തായിട്ട് നമ്മുടെ യൂണിയന്റെ ലേഡി റെപ്രസെന്റേറ്റീവ് നിത ഏഞ്ചൽ. നിർമ്മലയുടെ പെൺശബ്ദങ്ങളാണ് 2 പേരും. അതനുസരിച്ച് അവർ നിന്നിട്ടുണ്ട്. ഓരോ നിർമ്മലയിലെ ഓരോ വിദ്യാർത്ഥിനികൾക്കും വേണ്ട ആവശ്യങ്ങൾ വന്ന് പറയും, അത് ചെയ്യണം, ഈ ഒരു പരിപാടി നടക്കുമ്പോൾ അവർക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ, വേണ്ട ഒരു മുൻകരുതലുകൾ നേരത്തെ പറയും. അതെല്ലാം അവർ 2 പേരും മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു. അതിലുപരി യൂണിയന്റെ പരിപാടികൾ എടുക്കുവാണെങ്കിൽ തന്നെ മുന്നിൽ നിന്ന് ഒരു പണിയും ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട 2 പേരും ബാക്കിയുള്ള എല്ലാ പണികളും എടുത്തിട്ട് ചെയ്യുമായിരുന്നു. അവർക്കും ഞാൻ എൻ്റെ ഈ ഒരു വേദിയിൽ ഒരു നന്ദി പറഞ്ഞു കൊടുക്കും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് യൂണിയൻ യൂണിവേഴ്സിറ്റിമാർ സാന്ദ്ര, അബ്ദുൾ. യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ശബ്ദങ്ങളാണ് അവർ. അതനുസരിച്ച് നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു പോസ്റ്റ് കണ്ടാണ് 27-ാം തീയതി നടക്കുന്ന എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ, കാരണം കുറേ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് വേറൊരു പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്കും ഈ ഒരു വേദിയിൽ ഞാൻ നന്ദി പറഞ്ഞുള്ളൂ. അടുത്തെനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്പോർട്സ് സെക്രട്ടറി അലഞ്ചയാണ്. ഞങ്ങൾ ഈ യൂണിയന് ഒട്ടനവധി പേരുടെ കഠിനാധ്വാനമാണ് ഞങ്ങൾ ഈ യൂണിയൻ ഈ വർഷം നേടിയെടുത്തത്. അതിൽ ഞങ്ങളെല്ലാവരും നയിക്കുന്ന ഞങ്ങളുടെ യൂണിയൻ്റെ സെക്രട്ടറിയാണ് അലഞ്ച്. അവൻ യൂണിയനിൽ സ്പോർട്സ് സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതിലൊരു സന്തോഷം അവന് കിട്ടിയ ഒരു ഉത്തരവാദിത്വം, അവൻ്റെ ആ ഒരു പൊസിഷൻ വളരെ നന്നായിട്ട് കീപ്പ് ചെയ്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്പോർട്സിനെ എല്ലാ ഗെയിംസും നടത്തുകയും അതിലുപരി പുതുതായിട്ട് നിലനിലയിൽ ഓരോ ഗേൾസിനുള്ള ഗെയിംസ്, ക്രിക്കറ്റ്, ഫുട്ബോള്, ബാഡ്മിൻ്റൺ, വോളിബോള്, ബാസ്കറ്റ്ബോള്, അങ്ങനെ
മികച്ചതാക്കി അത് മാറ്റുകയും ചെയ്തു. അപ്പൊ അവനും ഞാനൊരു നന്ദി പറഞ്ഞിട്ടുള്ളൂ. അടുത്ത നമ്മുടെ ആർട്സ് സെക്രട്ടറി. ഈ വർഷം യൂണിയന്റെ എല്ലാ പരിപാടികളിലും വെച്ച് നോക്കുമ്പോഴും അതിൽ മുൻപന്തിയിൽ നിന്നായിരിക്കും ഈ വർഷത്തെ ആർട്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിലമലയിൽ ഉറങ്ങിക്കിടന്ന നിലമലയുടെ കലോത്സവ വേദികൾ ഒന്ന് കുടിലെത്തി വളരെ നന്നായിട്ട് മനോഹരമാക്കി മാറ്റിയെടുത്ത് അവൻ ഒറ്റെടുത്തു. അവൻ ഇന്നിവിടെ ഇല്ല. പക്ഷെ ഈ വർഷത്തെ മികച്ചതാക്കി തീർക്കാൻ ഏറ്റവും വലിയൊരു പങ്ക് അവനുണ്ടാകും. അപ്പൊ അവനും ഞാൻ വളരെ വലിയ നന്ദി പറഞ്ഞു. നമ്മുടെ ഈ യൂണിയന്റെ പരിപാടികളെല്ലാം നമ്മൾ ഓരോ അപ്പൊ അവരെ കൊണ്ടുപോകാൻ മുൻപന്തിയിൽ നിന്ന് അതിന്റെ ഒരു കാരണം ജനറൽ സെക്രട്ടറി കാർത്തികയാണ്. എല്ലാ പരിപാടികളും മികച്ചതാക്കി മാറ്റാനും കാരണം അവൻ തന്നെയാണ്. അപ്പൊ അവനും വളരെ നന്ദിയായി പറഞ്ഞുകൊള്ളു. അടുത്ത ഓർഡറിലെല്ലാം ഒരു പേടിയാണ് അവരുടെ പദ്ധതിയും പറയട്ടെ. അടുത്ത നമ്മുടെ മാഗസിൻ എഡിറ്റർ ആൻമരിയാണ്. മാഗസിൻ എഡിറ്റില്ല, പക്ഷെ വളരെ മികച്ച ഒരു നമ്മുടെ പുസ്തകമായിട്ട് മാറുന്ന ഒരു നല്ലൊരു മികച്ചൊരു മാഗസിനായിട്ട് വരും ദിവസങ്ങളിൽ അവൾ വരും. അപ്പൊ അവിടെ ഇവിടെ പരിപാടികളിൽ പറഞ്ഞ മുന്നിൽ നിന്ന് കോമ്പയർ ചെയ്യാനാണെങ്കിലും ആങ്കർ ചെയ്യാനാണെങ്കിലും നന്ദി പറയാനാണെങ്കിലും എല്ലാവരും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ആളുകൂടിയാണ് ആന്റണിക്ക് ഞാൻ വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞുകൊള്ളു. അടുത്ത ഞങ്ങളുടെ വൈസ് ചെയർപേഴ്സൺ ജനിമോള് ഇപ്പോഴാണെങ്കിൽ എൻ്റെ അഭാവത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ജനിമോള്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും മുന്നിൽ നിന്ന് ചെയ്യും. അത് മാത്രമല്ല ജനിമോൾക്ക് വേറൊരു ഇതുകൂടിയുണ്ട്. ഒരു വിദ്യാർത്ഥികൾക്കും പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെയും അറ്റൻഡൻസ് പോകരുത് എന്നുള്ളത് നിർബന്ധമാണ്. അത് ഒരു പരിപാടി കഴിഞ്ഞിട്ട് അപ്പം തന്നെ എപ്പോൾ നോക്കിയാലും ജനിമോളുടെ ഒരു അറ്റൻഡൻസിന്റെ ഷീറ്റ് ഉണ്ടാവും. പരിപാടിക്ക് പരിപാടി തീരുമ്പോഴും ഓടിപ്പോയിട്ട് ആ ഷീറ്റിൽ എല്ലാവരും പേരുള്ളത്. അഥവാ 2-3 പേരുടെ പേര് മിസ്സാവുകയാണെങ്കിൽ അവരെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോലും അവള് അന്ന പേരെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേക്കാണ്ടോ അങ്ങനെ പറയും. ജനിമോ എൻ്റെ വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞുകൊള്ളു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസർ വിനോദ് സാറ്, ഞങ്ങളെ മുന്നിൽ നിർത്തി പുറകിൽ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി ഞങ്ങളെ നന്നായിട്ട് നയിച്ച് ഈ ഇത്രയും വലിയൊരു നല്ലൊരു യൂണിയന് ഒരു കാരണക്കാരായ വ്യക്തികളാണ് രണ്ടുപേരും. ഞങ്ങളുടെ ഓരോ കുറവുകളും ഞങ്ങളുടെ ഓരോ പോരായ്മകളും എടുത്തു പറഞ്ഞ് അതിപ്പോൾ ശകാരിച്ചിട്ടാണെങ്കിലും നല്ല വാക്കിലൂടെയാണെങ്കിലും സ്നേഹത്തോടെയാണെങ്കിലും എല്ലാത്തിലൂടെയും ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച 2 ആൾക്കാരാണ് വിനോദ് സാറും അനീസും. അപ്പൊ അവർക്ക് എൻ്റെ യൂണിയന്റെ വക എൻ്റെയും വക ഒരു വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞു. നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഈ പരിപാടികളൊക്കെ നടക്കാൻ വേണ്ടി പ്രിൻസിപ്പലിന്റെ സമ്മതം വേണം. ഈ പരിപാടികളൊക്കെ ഇത്രയും മികച്ചതാക്കി തരണമെങ്കിൽ പ്രിൻസിപ്പൾ ഈ പരിപാടികളെല്ലാം സാറ് പറയുകയാണെങ്കിൽ പോലും അത് നടത്താൻ പറ്റുന്നില്ല എന്ന് പറയും. അറിയിക്കട്ടെ, എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് നടത്താമെന്ന് പറയും. അപ്പോൾ ബിസിനസ്സിനും എൻ്റെയും എൻ്റെ വളരെ വലിയ നന്ദി ഞാൻ പറഞ്ഞുകൊള്ളു. നമ്മുടെ കോളേജിലെ പ്രിയപ്പെട്ട കോളേജ് അച്ഛനെ നമുക്ക് അച്ഛൻ്റെ ഓഫീസിൽ അധികം കാണാൻ പറ്റില്ല. അച്ഛൻ കോളേജിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓടി നടക്കും. ഓരോ കാര്യങ്ങളും നോക്കി ചെയ്യും. ഇപ്പോൾ പരിപാടികളാണെങ്കിൽ പോലും നന്നായിട്ട് നടത്തുന്നു. പരിപാടി കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഞാനിപ്പോൾ പ്രസംഗിച്ചതിൻ്റെ അവിടെ വന്നിരിക്കുകയാണെങ്കിൽ ആ പ്രസംഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അച്ഛനും എൻ്റെയും എൻ്റെ യൂണിയൻ്റെ വക വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ സാർ അഗസ്റ്റിൻ സാർ, അവർ രണ്ടുപേരും എപ്പോൾ നോക്കിയാലും അവർ രണ്ടുപേരും ഒരുമിച്ചേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പരിപാടികൾക്ക് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് പണിയെടുക്കും. എനിക്കിപ്പോൾ നേരത്തെ ഒന്ന് കസേര അറേഞ്ച് ചെയ്യാൻ കസേര അറേഞ്ച് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും, ബാക്കി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഓർക്കും. അങ്ങനെ ഓരോരോ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ
അത് ശരിയാണ്. കാരണം ഇപ്പൊ ഞങ്ങളുടെ ഈ പരിപാടികളിലെല്ലാം ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെ പ്രവർത്തിച്ച ഒരേ ഒരാളാണ് അത് എവരുടെ. എന്ത് പണിയുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇവിടെ ലേറ്റ് നൈറ്റായിട്ട് പോണെങ്കിൽ പോലും എവരുടെ ഞങ്ങളോട് 2 മണിയായിട്ട് എല്ലാ കാര്യങ്ങളും പക്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുപോലെ രാവിലെ ഞങ്ങൾ എവരുടെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിച്ച് ഇപ്പോൾ സ്വന്തം ആളുകൾ 1 മണിക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ എവരുടേക്കും എൻ്റെ വീട് യൂണിറ്റ് വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ പറയുന്നത്. കാരണം ഞാൻ എവിടെ ചെന്നാലും എന്നോട് പ്രത്യേക സ്നേഹം എല്ലാവരും, ടീച്ചർ ബ്ലോക്കാണെങ്കിലും എസ് ബ്ലോക്കാണെങ്കിലും എം ബ്ലോക്കാണെങ്കിലും MC ബ്ലോക്കാണെങ്കിലും എല്ലായിടത്തും അവരുടെ ഒത്തിരി സഹായങ്ങളുണ്ട്. നമ്മുടെ യൂണിറ്റ് പരിപാടിക്ക് ഒരു ക്ലാസ് റൂമിൽ ഒരു വിദ്യാർത്ഥിനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ ഓട്ടോ ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് ഒരു 10-20 മിനിറ്റ് അരമണിക്കൂർ 1 മണിക്കൂറായാലും ഒന്നും പറയുന്നില്ല. എല്ലാ വിഷയങ്ങളും. അപ്പോൾ അവർക്ക് എൻ്റെ യൂണിറ്റുള്ള വളരെ വലിയ നന്ദി ഞാൻ പറയുന്നു. എനിക്ക് പറയാനുള്ളത് അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ്. എല്ലാ പരിപാടികളും വിജയമാക്കി തീർക്കാൻ കാരണം നിങ്ങൾ ഓരോരുത്തരാണ്. കാരണം ഒരു പരിപാടി വെച്ചാൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളുടെ കുറവുണ്ടെങ്കിൽ പരിപാടി അത്ര വിജയകരമാക്കി തീർക്കില്ല. പക്ഷേ എല്ലാ പരിപാടികളും എല്ലാ പരിപാടികൾക്കും നിങ്ങളെല്ലാവരും മുന്നിൽ വന്നിട്ടുണ്ട്. വളരെ വലിയൊരു വിജയമാക്കി തന്നെ തരും. ഞങ്ങൾക്ക് ഇത്രയും നാളും എല്ലാ പരിപാടിക്കും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ അതിനും എൻ്റെ യൂണിറ്റിൻ്റെ വളരെ വലിയൊരു നന്ദി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളു. അടുത്തെനിക്ക് പറയാനുള്ളത് നമ്മുടെ യൂണിറ്റിലെ മീഡിയ കണ്ണൂർ സ്കൂൾ സിനിമയുടെ തുടക്കത്തിലൊരു ഡയലോഗുണ്ട്. അവർ വരും, കരഘോഷങ്ങൾക്ക് കാത്തിരിക്കാതെ ആഘോഷങ്ങൾക്ക് കാത്തിരിക്കാതെ അവർ മടങ്ങും. ശരിയാണ്. യൂണിറ്റ് മീഡിയ വിങ്ങിന്റെ ഹെഡ് അനന്തൻ, എറിക്ക്, അക്ഷയ് ഇവർ 3 പേരും എല്ലാ പരിപാടികൾക്കും പരിപാടികളെല്ലാം നടന്ന പരിപാടികളെല്ലാം വളരെ മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ആരോടൊന്നും പറയേണ്ട വൈകുന്നേരം ഒരു 7 മണി അവരില്ലെങ്കിൽ ഇത് നടന്ന എല്ലാ മനോഹരമായ പരിപാടികളെല്ലാം അതിലും മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം അവർ നോക്കിയിരുന്നു. അപ്പോൾ അവർക്കും എൻ്റെ യൂണിറ്റിൻ്റെ വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന എത്രയും പേരെ നിങ്ങൾ കാണുന്നു. ഇതിൽ കുറേ പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെ യൂണിറ്റ് പ്രസിഡന്റ് ഇവര് പ്രസിഡന്റ് ഉമ്മർ, പിന്നെ ജസ്റ്റ് അലൻസി, DJ ബ്ലോക്കിലെ എൻ്റെ ഒത്തിരി DCയിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ യൂണിറ്റിൻ്റെ വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞുള്ളൂ. കാരണം അവർ അധികം ശ്രദ്ധിക്കേണ്ടതാണ് തോന്നില്ല. ഇപ്പോൾ ഈ പരിപാടികളിപ്പോൾ സ്റ്റേജ് അറേഞ്ച് ചെയ്യുമ്പോൾ രാത്രികളും വെളുപ്പുകളും ഓരോ പരിപാടികൾക്കും വേണ്ട സ്റ്റേജുകൾ ആസിന് ഒരു 5-6 സ്റ്റേജിലാണ്. ആ 5-6 സ്റ്റേജിൽ ഡെക്കറേറ്റ് ചെയ്യാൻ അതിന് വേണ്ട പങ്കെടുത്ത എല്ലാവരും ഓരോരുത്തരുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ വളരെ വലിയ നന്ദി ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അസോസിയേഷൻ സെക്രട്ടറിമാർ അവരെക്കുറിച്ച് പറയാൻ ഞാൻ പോകുന്നില്ല. യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എത്രത്തോളം പണിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അവർ പണിയെടുക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആർട്സ്. ഞങ്ങൾ ഓടിയതിനെക്കാളും കൂടുതൽ ഓടി പണിയെടുത്ത് അവർ ഓരോരുത്തരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ യൂണിറ്റിൻ്റെ വളരെ വലിയൊരു നന്ദി ഞാൻ പറയുന്നു. ഒത്തിരിയൊക്കെ സംസാരിക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ അവിടെ കഴിയുമ്പോൾ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. വളരെ എളുപ്പമുള്ള പണിയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കഷ്ടപ്പാടും പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും എന്നെ അറിയിക്കാണ്ട് എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് എൻ്റെ ഓരോ കുറവുകളാണെങ്കിൽ പോലും എല്ലാം എടുത്തു പറഞ്ഞു തന്നത് എന്നെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് എൻ്റെ യൂണിറ്റിലെ അവരില്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ അവർക്ക് എൻ്റെ വക വളരെ വലിയൊരു നന്ദി ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരെയും കുറിച്ച്
ഞങ്ങൾ 3-ാം വർഷ വിദ്യാർത്ഥികൾ എല്ലാവരും ഞങ്ങൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ എങ്ങനെ ഈ 3 വർഷം തള്ളി നീക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞ് നിന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഈ 3 വർഷം എനിക്ക് കിട്ടത്തില്ലല്ലോ എന്നൊരു സങ്കടം. എനിക്ക് സെക്കൻഡ് ഇയർസിലെയും ഫസ്റ്റ് ഇയർസിലെയും വിദ്യാർത്ഥികളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെ ഈ ഒരു നിമിഷം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. ആരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യമായി വരുമ്പോഴും പോകുമ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കലാലയം ശരിയല്ല. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ നമുക്ക് ആർക്കും അറിയാത്ത പരിചയമില്ലാത്ത ഒരു സ്ഥലം. അപ്പം എല്ലാം പുതിയ നമുക്ക് മനസ്സിലൊരു ഇല്ല. പക്ഷേ നമ്മൾ തിരിച്ചു പണിയെടുക്കുമ്പോഴും നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു നമുക്ക് ഇറങ്ങാൻ മനസ്സിലാവും. ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലൊരു നിങ്ങളായിരിക്കും. അതുപോലെയാണ് ഈ കലാലയം. ജീവിതത്തിൻ്റെ ഈ കലാലയത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച് ഓരോ നിമിഷങ്ങളും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാം. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. കലാലയ ജീവിതത്തിൽ സൗഹൃദമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ടായിട്ട് നമ്മൾ പോകുന്ന ജീവിതത്തിലേക്ക് റിയാലിറ്റിയിലേക്ക്. അപ്പോൾ ഈ ജീവിക്കുന്ന ഈ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഈ ഒരു കലാലയ ജീവിതം എല്ലാവരും ആസ്വദിച്ച് ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം Thank you, Amma. It's our honor to invite the backbone of our institution, our Bursa, Father Paul Kalatu, to grace the occasion of College Day and inspire us with his presence. Welcome, Father, for the fifth station. നിർമ്മല കോളേജിലെ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, യൂണിയൻ ചെയർപേഴ്സൺ മിസ്റ്റർ അമർനാഥ് മനീഷ്, ജനറൽ സെക്രട്ടറി മിസ്റ്റർ കാർത്തിക് ടി എം, വൈസ് ചെയർപേഴ്സൺ മിസസ് ജെനിമോൾ ജെയിംസ്, സ്റ്റുഡൻസ് അഫയേഴ്സിൻ്റെ ഡീൻ ഡോക്ടർ വിനോദ് കെവി, അനുവിസ്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, നിർമ്മല കോളേജിൽ ഈ വർഷം ആരംഭിച്ചപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇയേഴ്സിനൊപ്പം തന്നെ ഈ നിർമ്മല കലാലയത്തിലേക്ക് കാൽകുത്തിയ വ്യക്തിയാണ് ഞാൻ ഈ വർഷവും നിരീക്ഷണ കാലഘട്ടത്തിലായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവവും. എനിക്കെല്ലാം പുതുമയുള്ളതാണ്. യൂണിയനും പുതുമയുള്ളതാണ്, ഇവിടുത്തെ കോളേജ് അന്തരീക്ഷം പുതുമയുള്ളതാണ്. ഈ 8 മാസക്കാലം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും ഞാൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പുറമേ നിന്ന് ഈ കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോണ്ടാവുന്ന പ്രശ്നം തന്ത്രവൈകളൊക്കെ പറയുന്നത് കാലഘട്ടത്തിൽ ഇതിനെ അതിജീവിക്കുന്നതാണ്. ചിലത് കാണുമ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല, ചിലത് കാണുമ്പോൾ കൂടെ നിൽക്കണം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അത് ഇണങ്ങിയും ഇണങ്ങിയും ഈ വർഷ കാലഘട്ടം കടന്നുപോയി. മുൻകാല ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ ഒരു വർഷത്തിന്റെ അനുഭവത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യൂണിയനായിട്ട് അമർനാഥ് നാഷണൽ യൂണിയനെ ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു ഒറ്റ വിദ്യാർത്ഥികളായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചു. ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസിൽ പലപ്പോഴും മാനേജ്മെന്റ് കുറെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്ര സമയം പാടുള്ളൂ, ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിർമ്മലയുടെ സംസ്കാരമാണ്. ഇതിനൊരു കൾച്ചറുണ്ട്, പഠന കൾച്ചറാണ് നിർമ്മലയുടെ 90%. 10% പാഠ്യേതര കൾച്ചർ. പക്ഷേ ഈ ഓട്ടോണമസ് ആയതിനു ശേഷം അല്പം കൂടി കാര്യങ്ങൾ വ്യത്യസ്തമാണ്. 50-50 പോലെ ആയിട്ടുണ്ട്. കാരണം പഠനത്തേക്കാൾ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അത് യൂണിയന്റെ തലത്തിലാണ് ഒരുപാട് പ്രോഗ്രാംസ് നടന്നത്. അത് വ്യത്യസ്തമായ പല പ്രോഗ്രാംസും അമർനാഥിന്റെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, പ്രോഗ്രാമിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ വിദ്യാർത്ഥികളുടെ സഹകരണ മനോഭാവം. ഈ 15 പേര് എല്ലാവരും കൊണ്ടുവരുന്നില്ലെങ്കിലും ഇവർ ചെയ്യുന്ന ജോലികളിൽ വളരെ കൂട്ടുത്തരവാദിത്തോടെ ചെയ്യുന്ന കുട്ടികളാണ്. അതാണ് നമുക്ക് ആവശ്യം ഈ കാലഘട്ടത്തിൽ. വളരെ പഠന മികവുണ്ടായിട്ട് മാത്രം കാര്യമല്ല, ചെയ്യുന്ന ജോലി അത് ഒരുമിച്ച് കൂട്ടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരാളുടെ മാത്രം അമർനാഥിന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ടല്ല അവർ ഏറ്റെടുത്തത്. എനിക്ക് വേണ്ടി പറഞ്ഞ പേരറിയുന്നില്ല. പക്ഷേ എങ്കിലും അവരുടെ ഉത്തരവാദിത്വം ഏറ്റവും ചെറുതാണെന്ന് മനസ്സിലാക്കാതെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കൂട്ടമായിരുന്നു ഈ കുട്ടികൾ. അത് ഞങ്ങൾ സംസാരിക്കാൻ വിനോദസാറായിട്ടും അനുസായിട്ടും ഏബിളായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഒരുപാട് വർക്ക് കൾച്ചറുള്ള കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിർമ്മല നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് തന്നെയാണ് ഈ യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ
ഇപ്പം ഈ ദിവസങ്ങളെല്ലാം പ്ലേസ്മെന്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലേസ്മെന്റ് ഡ്രൈവ് വരുന്ന അവിടെ ഒരു ക്യാമ്പസിലുള്ള അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യം ഇതാണ്, കുട്ടികൾ വാ തുറക്കുന്നില്ല എന്നുള്ളത്, സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ കഴിവുള്ള എല്ലാ പിള്ളേരെയും കൊണ്ടുപോവുകയാണ്, കൊത്തിക്കൊണ്ട് പോവുകയാണ്. അത് പേഴ്സണലി മാർക്ക് നോക്കിയിട്ടല്ല, ഈ 4 വർഷം നടന്ന ഇന്റർവ്യൂ അല്ല, നിങ്ങൾക്കറിയാം. കാരണം ഇന്റർവ്യൂസ് എല്ലാം സംസാരിക്കാൻ പാടുള്ള കഴിവുള്ള കുട്ടികളെല്ലാം കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ പ്രോഗ്രാംസ് അതിനുള്ള കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ നിർമ്മല കോളേജ് വർഷം ഒരുപാട് അറിയപ്പെട്ടു, പ്രശസ്തമായിട്ടുണ്ട്. ഒരു ബ്രാൻഡ് നെയിം നിർമ്മല കോളേജ് ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ വിദ്യാർത്ഥികൾ നിങ്ങൾ എല്ലാവരുടെയും സഹകരണമുണ്ട്. ഇവിടെ നടന്ന ഓരോ പ്രോഗ്രാമിന്റെയും ഗുണങ്ങളാണ് ഈ ബ്രാൻഡ് ഈ സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. അതിന് ഇവിടെ പറയുണ്ടായി ഒരു ബാക്ക്ബോണാണ് ഞാൻ നിർമ്മല കോളേജിന്റെ. അങ്ങനെയെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗം എന്ന നിലയിൽ നിങ്ങളോട് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ വർഷക്കാലം ഓട്ടോണമസ് പലരും ഓട്ടോണമസ് ആയതിനു ശേഷം ആ പേരുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഒരു കോളേജിന്റെ പേരുണ്ടാക്കി എടുക്കുന്നില്ല. പക്ഷെ ഈ വർഷം ഓട്ടോണമസ് ആയ ഒരു പരസ്യവും ഇല്ലാതെ നമുക്ക് ഒരുപാട് പേരുണ്ടാക്കി എടുക്കാൻ സാധിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നടന്ന ഓരോ പ്രോഗ്രാംസ് ആണ്, ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെയാണ്. അപ്പൊ അതിന് മന്ദനീഷിനെയും കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി മാനുവിന്റെ പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. അടുത്ത വർഷക്കാലവും ജനിമോട് സംസാരിക്കുന്നത് എത്ര പേരുണ്ട്, സീനിയേഴ്സ് എത്ര പേര് ജനിമോട് പറയുന്നത് പകുതി പകുതിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾക്ക് സങ്കടമാണ് ഇവിടുത്തെ പിരിയുന്നതിനുണ്ട്, നമ്മളതിന്റെ വാക്കുകൾ പ്രകടമായിരുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ പോയി കഴിയുമ്പോൾ വാത്സല്യക്കായ അല്ലെങ്കിൽ ആ സംസ്കാരമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നിർമ്മല കോളേജിന് പ്രൊവൈഡ് ചെയ്തതാണ് യാത്രയാവുക. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് സന്തോഷിക്കാം. അഭിമാനത്തോടുകൂടി നിർമ്മല കോളേജിന്റെ ക്യാമ്പസിന്റെ പുറത്തേക്ക് പുതിയൊരു ലോകത്തിലേക്ക് ഇറങ്ങാം. എല്ലാ ആശംസകളും ഈ വർഷം നിർമ്മല ക്യാമ്പസിൽ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് നേരുന്നു. ഈ കോളേജിലെ എല്ലാ മംഗളങ്ങളും നേരിടുന്ന വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷത്തെ യൂണിയൻ തന്റെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി കാർത്തിക്, ഈ ഒരു വർഷത്തെ യൂണിയന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കാർത്തികിനെ ഇത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Narmada College 2024-25 College Union Election and Religion took place on October 7. The elected College Union representatives Chairperson Amanda Manish, the Vice Chairperson Jenu James, General Secretary Karthik T.M., University Union Councillor Abdul Rahman K.S. and Sandra Max and Maria James, Article Secretary Alan Shetty, Lady Representative Angel Eros, Lady Representative Nina Koreone, First UG Representative Faris, Second UG Representative Muhammad, Third UG Representative Najwa Ali, First UG Representative Joy Nijo, Second UG Representative Later Narmada College Union Center arranged a sports secretary to deliver the duties in connection with sports activities. On 24 October 2024, the college union competition ceremony took place in the college podium mission hall. The ceremony started with a prayer. Then a welcome speech was given by staff advisor Dr. Vinod Kelly. After that, the award was respected by Reverend Dr. the college principal. The elected executive members took their role in the presence of the principal and the Later, the program was concluded by Board of Finance and Chairperson Amanda Manish. Thus, the college union 2024-25 officially commenced its activities. On 4 December 2024, a union graduation function was held at the college auditorium. The union movement was named for our college union Ulgova 2024-25. Narmada College Union, it was an activity for everyone inspiring and touching words of Sir Ramesh Chantala and the presence of senior artist Anjo and the Matthew Kurna and others together. The college union chairperson Amanda Manish presided over the function. Principal Reverend Father Justin Kuriakos and Pastor Francis Kananak, Vice Principal Manuel Eji, Staff Advisor Dr. Vinod Kelly and University President Karthik T.M. addressed the gathering. Ulgova College Union was conducted in education for school to take place on December 11, 2016 at various stages. It was a great event and many of the students were participating in this program. The program was inaugurated by Ajay P. Malapur, Manama, editor and Shama Prasad, translator.
Film Festival. Gulbarga Government College Junior was conducted Film Festival on 3 days, January 8, 9, 10, 2025. Provide theatrical experience of feel-good movies such as Prema, Pranay Vilasam, Kannadi, Malayalam, and Bhumalam. The students really enjoyed the movies at the end of the program. Senior artist Hakim Shahjahan came to the college and interacted with the students. Vote of thanks conveyed by lady representative Angel Boots. Lady Miss Killers 2024 was even organized by the York College Union on 19th December. Various department competitions were conducted. As a part of the Christmas celebration, Martha had colors to the event and the party was arranged. So the day was a fabulous one in the Department of Sports events. On 16th December 2025, York College Union organized the starting of Indian Department of Sports event. The competition formally started by Principal Reverend Dr. Farmer Christine Kuriakos by hosting a cricket match. Various sport events such as football, cricket, volleyball, badminton and tug-of-war for both boys and girls will take place. And many participants were joined, especially the sportsmanship of girls was amazing and pursuing great performance. The overall champions was secured by Nico President. New Year celebration. The College Union was in 2025 New Year celebration as a beginning of the New Year in everyone else. The occasion was commenced by the Secretary of Online, Captain of the Parliament, as a basic and the 2020 was a academic year organized by the Goa College Union on 2021. The gathering was addressed by the Council Coordinator, Anil Chaturvedi, Chairperson Amanda Harish, Staff Representative of the Secretary Anupam Shetty, Secretary and Principal, and Vice President of the students there for around 2 days. This Indian action to take the arts festival and year assessment and Economic Department won the championship and the Finance Department. Weekly government from Malayalam Department, Sanitary Location Physics Department, Bangalore Kala, Telangana, and Dala Pratma, Thank you. Thank you, Karthi. ഈ ഒരു വർഷത്തെ യൂണിയന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിയനെ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ആ ആഘോഷ നിറവിലൂടെ ഒരു നിമിഷം നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തതായി ഈ വർഷത്തെ കലാകായിക രംഗങ്ങളിൽ തങ്ങളുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിച്ച് വിജയം കരസ്ഥമാക്കിയ വിജയികൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമായി കൽഹാര ആർട്സിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫിയാണ് നൽകപ്പെടുന്നത്. ആവേശകരമായ പോരാട്ട മത്സരങ്ങൾക്കൊടുവിൽ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ വർഷത്തെ ആർട്സിന്റെ ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഈ
അടുത്തതായി നമ്മൾ സ്പോർട്സിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ബോസാറിനെ ഇത്രയും സ്നേഹത്തോടെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി സ്പോർട്സിന്റെ ഇക്കൊല്ലത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയാണ് നമ്മൾ നൽകപ്പെടുന്നത്. ചരിത്രം ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇക്കൊല്ലവും അത് ബികോം റെഗുലർ ആണ് കൊണ്ടുപോയിരിക്കുന്നത്. ബികോം ഡിപ്പാർട്ട്മെന്റ്
അടുത്തതായി നന്ദി അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ജിനിമോളെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. As we officially inaugurate our College Day celebration, we are grateful for the presence of our principal, faculty members and students who have made this day possible. Let us make the most of this occasion to bond, learn and grow together. Thank you all, and let's begin the celebration together. ഉടനെ തന്നെ നമ്മൾ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഓർഡർ കിട്ടിയിരിക്കുന്നതാണ്. അതിനനുസരിച്ച്